ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് 2025 പുതുവർഷത്തിലെ ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ സമയത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമാധിപനായിക്കൊണ്ട് വക്രസ്ഥിതിയിൽ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും ബന്ധപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും, ഈ സമയത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും, നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് അവർ അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാലോ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ 2-ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നതും 7-ാം ഭാവനാഥനും നിവൃത്തിനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രൻ്റെ അനുകൂല സ്ഥിതി മൂലം ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയത്ത്. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശിവസഹസ്രനാമം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്.
കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരൻ നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും സുഖസ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ ജനുവരി മാസം 13-ാം തീയതി വരെ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസ്സുഖക്കുറവ് വരാതെ നോക്കുന്നത് നല്ലതാണ്. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. വിശേഷിച്ച് കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്നത് ശനീശ്വരൻ്റേതായ അനുകൂല സ്ഥിതിയും ഈ സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ജന്മരാശ്യാധിപനായ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതായ ശനിയോടുകൂടി യോഗം ചെയ്യുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നൊരു സമയം കൂടിയാണ്. അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്ത്. കൂടാതെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബജീവിതത്തിലും നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7-ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ വക്രത്തിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ, പരസ്പരം അഭിപ്രായ ഭിന്നതകൾ വരാതെ നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ആ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടുള്ള വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്ത്. പൊതുവേ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമാണെങ്കിലും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്നതും ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം തന്നെ ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ.
വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും 5-ാം ഭാവനാഥൻ്റേതായ അനുകൂല സ്ഥിതിയും ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് മനോബലവും ധൈര്യവും മനസ്സന്തോഷവും എല്ലാം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതുകൊണ്ട് പ്രതിസന്ധികളെയും വിഷമതകളെയും ബുദ്ധിപരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിൽ നീചബലത്തോടുകൂടി നിൽക്കുന്നതായ ചൊവ്വയും അഷ്ടമഭാവത്തിലാണെങ്കിലോ ശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി കാണുന്നതിനാൽ ദൈനംദിന ജീവിതത്തിലെ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ. തൊഴിൽ മേഖലകളിലും കർമ്മ മേഖലകളിലും സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിശേഷിച്ച് ഈ സമയത്ത് 7-ാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. 5-ാം ഭാവാധിപതി നീചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലവുകളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് ചുറ്റുവിളക്ക് ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചക്കാലത്ത് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. രോഗസ്ഥാനാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ജനുവരി മാസം 14-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്.
വിശേഷിച്ച് ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും, 5ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത്. വിശേഷിച്ച് ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴം ധനസ്ഥാനത്തേക്കും 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും നോക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള മനോബലവും ധൈര്യവും ഒക്കെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ധനസ്ഥാനമായിട്ടുള്ള 2ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നത് കൊണ്ട് ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും ക്ഷീരധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരന് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും 5ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. എന്നാലോ 6ാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും കൂടാതെ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെയും അലസത വരാതെയും നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഈ സമയത്ത് സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് പഠനകാര്യങ്ങളിലെ മനോബലവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ.
കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യവും 6ാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ സമയത്ത് 8ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, പരസ്പരം അഭിപ്രായ ഭിന്നതകളോ ക്ഷീണാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് വരവിനേക്കാളും ഉപരിയായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാനെ പിന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും 6ാം ഭാവാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ 8ാം ഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിലോ കേതു നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ ചില സമയങ്ങളിൽ മനസ്സിനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും 5ാം ഭാവാധിപതിയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഉയർച്ചയും മനോബലവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട്. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 8ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും 2ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും കൂടാതെ ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടും വളരെ ശ്രേഷ്ഠമായിട്ടും കാണുന്നുണ്ട്. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്.
എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 6-ാം ഭാവനാഥനായിക്കൊണ്ട് വക്രസ്ഥിതിയിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും, ഈ സമയത്ത് 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും ഈ സമയത്ത് ജന്മരാശിയിലേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ശ്രേയസ്സും മനോബലവും എല്ലാം കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലും കൂടുതലായിട്ടുള്ള അഭിവൃദ്ധിയും കുടുംബത്തിൽ മനസ്സന്തോഷവും ഐശ്വര്യത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായ അനുകൂല സ്ഥിതിയും 5-ാം ഭാവാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖനാഥനായിക്കൊണ്ട് വക്രസ്ഥിതിയിൽ നിന്നുകൊണ്ട് 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും, സുഖസ്ഥാനത്താണെങ്കിൽ ഈ സമയത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ചിലവ് വർധനവിന് കൂടുതലായിട്ട് സാധ്യത കാണുന്നത് കൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിട്ടുള്ള ബുധനാണെങ്കിൽ ജന്മരാശിയിലും 2-ാം ഭാവത്തിലുമായിട്ട് സഞ്ചരിക്കുന്നതും ഭാഗ്യാധിപതിയായിട്ടുള്ള സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും കാണുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ സമയങ്ങളിൽ. കുടുംബത്തിലായാലും ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത്. ധനസംബന്ധമായിട്ടാണെങ്കിലും കൂടുതലായിട്ട് ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് ധനസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിലും നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്ത്.
അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരെ വിഷ്ണു പ്രീതികരമായിട്ട് അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരന്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ജന്മരാശിയിലേക്കാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അഷ്ടമാധിപനായിരിക്കുന്ന സൂര്യൻ ജൂൺ മാസം 13-ാം തീയതി വരെ ദുരിത സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ കർമാധിപനായിട്ടുള്ള ശുക്രന്റെ അനുകൂല സ്ഥിതി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും വളരെയധികം നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ച് വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവര് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതും ശിവപ്രീതികരമായിട്ട് രുദ്രാഭിഷേകം ചെയ്യുന്നതും പിന്നിൽ വിളക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരന് ദുരിതാധിപത്യമുള്ളതുകൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിലാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് ചൊവ്വ നിൽക്കുന്നതിനാലും ഈ ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനത്തേക്കും 6-ാം ഭാവത്തേക്കും വരുന്നത് കൊണ്ടും ഈ സമയത്ത് അഷ്ടമഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് വിഷമതകളെ അതിജീവിക്കുവാനുള്ളതായ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസ്ഥാനത്തേക്കാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രന്റെ അനുകൂല സ്ഥിതി കാണുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ സമയത്ത് വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. അപ്പോൾ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും മനോബലവും എല്ലാം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ
കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പൂരോരട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് ജന്മരാശിയിലാണെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് ശനീശ്വരൻ്റെതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും 3-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെതായ സ്വാധീനശക്തി കാണുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടിയും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയും ക്ഷമാശീലത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർമാധിപനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ 3-ാം ഭാവത്തിൽ വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുകയും നിവൃത്തിനാഥനായിരിക്കുന്ന ബുധനാണെങ്കിൽ ജനുവരി മാസം 24-ാം തീയതി വരെ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലൊക്കെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം 2-ാം ഭാവാധിപതിയായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതും ലാഭാധിപതിയായിട്ടുള്ള ശനിയാണെങ്കിലോ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവര് ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തില് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്.